ഓക്കെ സ്റ്റുഡൻസ്, ഇതൊരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെ ഹെഡിങ് ഉണ്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് വിസിബിൾ ആയിരിക്കില്ല, പക്ഷെ ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ട്രേഡിംഗ് അക്കൗണ്ട് വേറെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേറെയാണ്. പക്ഷെ ഇത് വരയ്ക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ഇത് രണ്ടും വരയ്ക്കുന്നത്. രണ്ട് സെക്ഷനാണിത്. ആദ്യ ഭാഗം ട്രേഡിംഗ് അക്കൗണ്ടും അവസാന ഭാഗം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമാണ്. പറയുമ്പോൾ നമ്മൾ പറയും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. വരയ്ക്കുമ്പോഴും എന്താണ്, ഒരുമിച്ച് വരയ്ക്കും. രണ്ടും വരയ്ക്കുന്നതിന് രണ്ട് ഉദ്ദേശങ്ങളാണുള്ളത്. ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റ് കാണാനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് കാണാനുമാണ്. ഓക്കെ, അതിലേക്ക് വരാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഈ സൈഡ് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ എക്സ്പെൻസസ് ഓർ ലോസ്, അതിൻ്റെ എമൗണ്ട് ഇത്രയുമാണ് ഡെബിറ്റ് സൈഡ്. റവന്യൂ ഓർ ഗെയിൻസ്, അതിൻ്റെ എമൗണ്ട്, അതാണ് ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ഈ സൈഡിൽ എക്സ്പെൻസ് ചിലവുകളും ഈ സൈഡിൽ നമ്മുടെ ഇൻകം വരുമാനം, അതാണ് എഴുതുക. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിനെ കുറിച്ചാണ്. ട്രേഡിംഗ് അക്കൗണ്ടാണ് ആദ്യ ഭാഗം എന്ന് ഞാൻ പറഞ്ഞു. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ അല്ലെങ്കിൽ എക്സ്പെൻസ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഒന്നാമത്തെ ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക്, അതിൻ്റെ എമൗണ്ട് ഇവിടെ എഴുതണം. അപ്പം നമുക്കൊരു എമൗണ്ട് എഴുതാം. ഇവിടെ ഒരു 5,000 എന്ന് ഞാൻ എഴുതി, ഒരു ഇമാജിനറി ഫിഗർ. പിന്നെ വരുന്നത് പർച്ചേസ്. അപ്പോൾ പർച്ചേസ്, അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ ഉണ്ട്. വാങ്ങിയ സാധനം നമ്മൾ ചിലപ്പോൾ തിരിച്ചു കൊടുക്കും ഡാമേജ് ആകുമ്പോൾ, അതിനെയാണ് പർച്ചേസ് റിട്ടേൺ എന്ന് വിളിക്കുക. അപ്പോൾ പർച്ചേസിൻ്റെ എമൗണ്ട് നേരിട്ട് ഇവിടെ എഴുതരുത്. ഫസ്റ്റ് പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ ആദ്യം ഉണ്ടോ എന്ന് നോക്കണം ക്വസ്റ്റ്യനിൽ. അപ്പോൾ വിചാരിക്കുക പർച്ചേസ് ലെസ് പർച്ചേസ് റിട്ടേൺ, അതായത് വാങ്ങിയ സാധനം നമ്മൾ തിരിച്ചു കൊടുക്കുന്നതിനെയാണ് പർച്ചേസ് റിട്ടേൺ എന്ന് വിളിക്കുക, എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പർച്ചേസ് 5,000 എന്ന് വിചാരിക്കുക. പർച്ചേസ് റിട്ടേൺ ഒരു 1,000, വാങ്ങിയ സാധനം നമ്മൾ തിരിച്ചു കൊടുത്തു. അപ്പോൾ പർച്ചേസിൽ നിന്ന് ലെസ് പർച്ചേസ് റിട്ടേൺ, പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറയ്ക്കണം. 5,000 നിന്ന് 1,000 പോയാൽ 4,000. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്, പർച്ചേസ് ലെസ് പർച്ചേസ് റിട്ടേൺ. ഇനി ഈ ക്വസ്റ്റ്യനിൽ പർച്ചേസ് റിട്ടേണിനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ പർച്ചേസിൻ്റെ എമൗണ്ട് നേരിട്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. റിട്ടേൺ ഉണ്ടെങ്കിൽ ആ റിട്ടേണും കൂടി കുറച്ചിട്ട് ഇവിടെ എഴുതാൻ പാടുള്ളൂ. ക്ലിയർ? അടുത്തത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഇനി എഴുതേണ്ടത്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറിയുമായി ബന്ധമുള്ള എല്ലാ എക്സ്പെൻസിനെയും ഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് വിളിക്കുക. ഞാൻ ഫോർ എക്സാമ്പിൾ വേജസ് കൂലി കൊടുക്കുക, ഒരു 2,000 ഞാൻ എഴുതി. കാരിയേജ് ഇൻവേർഡ് ഒരു 1,000. കാരിയേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരിയേജ് ഇൻവേർഡ് എന്ന് തന്നെ, ഇതൊക്കെ ബൈഹാർട്ട് പഠിക്കണം. ഇതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെയാണ് വരുന്നത്, ക്രെഡിറ്റ് സൈഡിൽ ഏതൊക്കെയാണ് വരുന്നത്. കാരിയേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ ചരക്ക് കൂലിയാണ്. ഇൻവേർഡ് എന്ന് പ്രത്യേകം ഓർമ്മിക്കണം കേട്ടോ. കാരിയേജ് ഇൻവേർഡ് ആണ് 1,000 രൂപ. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഫ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ചരക്ക് കൂലി തന്നെയാണ്. ഫ്രൈറ്റ്, FREIGHT, ഫ്രൈറ്റ്. പിന്നെ വരുന്ന ഐറ്റം ഈ ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ. ഫാക്ടറിയിലല്ല, ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ധനം, പവർ, കോൾ, കോക്ക്, കൽക്കരി, അതൊക്കെ വരുന്നതാണ്. ഒരു 1,000 ഞാനിവിടെ എഴുതി. ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഇന്ധനം, പവർ, ഇലക്ട്രിസിറ്റി, കോൾ, അതൊക്കെ ഫാക്ടറിയുമായി ബന്ധമുള്ള എല്ലാ എക്സ്പെൻസും ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് വരിക. ഫാക്ടറിയിലെല്ലാം ഉപയോഗിക്കുക. ഫ്യൂവൽ, ഇന്ധനവും വാട്ടർ ഉണ്ടെങ്കിൽ വാട്ടർ അത് എഴുതണം. അതുപോലെ വരുന്ന ഒരു ഇതാണ് പാക്കേജിങ് ചാർജസ്. പാക്കേജ് ചെയ്യാൻ എന്തെങ്കിലും ചാർജ് ഉണ്ടെങ്കിൽ, ഫാക്ടറിയിൽ വെച്ച് പാക്കേജ് ചെയ്യുമല്ലോ, അപ്പോൾ അതിൻ്റെ ചാർജ് ഉണ്ടെങ്കിൽ ഞാനൊരു 1,000 ഇവിടെ എഴുതി, പാക്കേജിങ് ചാർജസ്. പിന്നെ വരാം റോയൽറ്റി എന്നൊക്കെ പറഞ്ഞ ഐറ്റം ഉണ്ട്. റോയൽറ്റി എന്ന് പറഞ്ഞാൽ കോപ്പി റൈറ്റ് പോലെയാണ്. റോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുത്തക, ചില അവകാശങ്ങളുണ്ട്, അത് ഞാനൊരു 1,000 കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ്. ഇത് ബൈഹാർട്ട് പഠിച്ചേ പറ്റൂ. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് ലെസ് പർച്ചേസ് റിട്ടേൺ, അങ്ങനെ തന്നെ പഠിക്കണം. പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറച്ചിട്ടുള്ള എമൗണ്ട് വരും.
വേജസ്, കാരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ്, ഫ്യൂൽ, പവർ, കോൾ, പാക്കേജിംഗ് ചാർജ്, റോയൽറ്റി. ഇതൊക്കെയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ എക്സ്പെൻസ് സൈഡിൽ വരുന്ന ഐറ്റം. ഇനിയും കുറച്ച് ഐറ്റം വരും, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇനി നേരെ റവന്യൂ സൈഡിൽ വരുന്ന ഐറ്റം രണ്ട് ഐറ്റം ഉള്ളൂ. ഒന്ന് സെയിൽസ്. ഇവിടെ പർച്ചേസ് റിട്ടേൺ ഉള്ള പോലെ ലെസ് സെയിൽസ് റിട്ടേൺ. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? നമ്മൾ പർച്ചേസ് ചെയ്തു അല്ലേ, പർച്ചേസ് ചെയ്തപ്പോൾ അത് റിട്ടേൺ ചെയ്തു. അതുപോലെ വിറ്റ സാധനങ്ങൾ സെയിൽസ് നടത്തി, ചിലപ്പോൾ കസ്റ്റമർക്ക് എന്തെങ്കിലും കേടുണ്ട് എന്ന് മനസ്സിലാക്കി കസ്റ്റമർ തിരിച്ചു കൊണ്ടുവരാം. അതിനെയാണ് സെയിൽസ് റിട്ടേൺ എന്ന് വിളിക്കുക. വിറ്റ സാധനം തിരിച്ചു വരുന്നതിനെയാണ് സെയിൽസ് റിട്ടേൺ എന്ന് വിളിക്കുക. ഇപ്പോൾ ഇവിടെ വിചാരിക്കുക സെയിൽസ് ഒരു 10,000-ൻ്റെ സെയിൽസാണ് നടത്തിയത്. ഞാൻ നേരിട്ട് എഴുതരുത്. സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ നേരത്തെ എഴുതിയ പോലെ 10,000 എന്ന് ഇവിടെ എഴുതി. ലെസ് റിട്ടേൺ ഒരു 500. 10,500 പോയി 9,500 എഴുതി. ക്ലിയർ ആയോ? അപ്പോൾ ഒന്നാമത്തെ ഐറ്റം എന്താണ്? സെയിൽസ് ലെസ് സെയിൽസ് റിട്ടേൺ. രണ്ടാമത്തെ ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരൈറ്റമാണ്. അപ്പോൾ അത് ഞാനൊരു 10,500 എഴുതി, അല്ലെങ്കിൽ ഒരു 10,500 എഴുതി ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ റവന്യൂ സൈഡിൽ ട്രേഡിംഗ് അക്കൗണ്ടാണ് പറയുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റവന്യൂ സൈഡിൽ രണ്ട് ഐറ്റമേ ഉള്ളൂ, സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. സെയിൽസ് ലെസ് സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരുമിച്ച് ഒറ്റ ഐറ്റമാണ് കേട്ടോ. സെയിൽസ് ലെസ് സെയിൽസ് റിട്ടേൺ അതൊരു ഐറ്റമാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് രണ്ട് ഐറ്റം ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരും, അല്ലെങ്കിൽ റവന്യൂ സൈഡിൽ വരും. ഇനി എന്ത് ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ബാലൻസ് ചെയ്യണം. സാധാ ചെയ്യുന്നത് പോലെ നമ്മൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്യുക. ഞാൻ എക്സ്പെൻസ് സൈഡ് ടോട്ടൽ ചെയ്തു. അപ്പോൾ 5,000, 9,000, 2, 11, 12, 13, 14, 15, 16,000 വരും. എക്സ്പെൻസ് സൈഡ് ടോട്ടൽ ചെയ്തപ്പോൾ 16,000 എന്ന് കിട്ടി. മനസ്സിലായില്ലേ? 5, 4, 9, 2, 11, 12, 13, 14, 16,000. ഇനി റവന്യൂ സൈഡ് ടോട്ടൽ ചെയ്തപ്പം 10,500, 500, 11, 9, 20. റവന്യൂ സൈഡ് ടോട്ടൽ ചെയ്തപ്പോൾ 20,000 എന്ന് കിട്ടി. വലിയ എമൗണ്ട് ഏതാ? റവന്യൂ സൈഡിലെ 20,000. ആ എമൗണ്ട് രണ്ട് സ്ഥലത്ത് എഴുതുക. 20,000 രണ്ട് സ്ഥലത്ത് എഴുതുക. മനസ്സിലായില്ലേ? വലിയ എമൗണ്ട് എഴുതി. എന്നിട്ടോ ഇല്ലാത്ത സ്ഥലത്ത് ബാലൻസ് ചെയ്യുക. എവിടെ ഇല്ലാത്തത്? എക്സ്പെൻസ് സൈഡിലാണ് കുറവ് അല്ലേ? 16,000 അല്ലേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? 20,000 മൈനസ് 16,000. 20,000 മൈനസ് 16,000 എത്രയാ? 4,000. അത് നമ്മൾ ഈ ഇല്ലാത്ത സ്ഥലം 4,000 നിന്ന് നമ്മൾ എഴുതി. ബാലൻസ് ക്യാരിഡ് ഓൺ ചെയ്യുന്ന പോലെ തന്നെ പണ്ട് 20,000 മൈനസ് 16,000 4,000 കിട്ടി. ആ കിട്ടിയ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇല്ലാത്ത സ്ഥലത്ത് എഴുതി, എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സ്ഥലത്ത് എഴുതി. അപ്പോൾ ബാലൻസ് ക്യാരിഡ് ഓൺ എന്നല്ല എഴുതുക, ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഓൺ എന്ന് എഴുതുക. GP ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഓൺ. ഇത് ബാലൻസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച കേട്ടോ. 4,000 എന്ന് എഴുതി. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ മനസ്സിലാക്കുക, റവന്യൂ കൂടുതലാണ്, വരുമാനം കൂടുതലാണ്, ചെലവ് കുറവാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. സാധാരണ അങ്ങനെയല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. നമുക്ക് വരുമാനം കൂടുതലാണ്, ചെലവ് കുറവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബാലൻസ് എമൗണ്ട് ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ ബിസിനസ്സിലും ഈ സൈഡ് കൂടുതലാണ്, വരുമാനം സൈഡ് കൂടുതലാണ്, ചെലവ് സൈഡ് കുറവാണ്. അപ്പോൾ റിസൾട്ട് എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എഴുതിയത്. ഇനി നേരെ തിരിച്ചാ വന്നതെങ്കിൽ ചെലവ് കൂടുതലും വരുമാനം കുറവുമാണെങ്കിൽ അത് നഷ്ടമായിരിക്കും അല്ലേ? ചെലവ് കൂടുതൽ, നമുക്ക് ചെലവ് കൂടുതലാണെന്നിരിക്കും നമ്മുടെ വീട്ടിൽ, വരുമാനം കുറവാണ് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് പൈസ എത്തുന്നില്ല, നഷ്ടമല്ലേ? അങ്ങനെ വരുമ്പോൾ ഈ സൈഡിലാണ് ബാലൻസ് ചെയ്യുക. അന്നേരം ഗ്രോസ് ലോസ് എന്നാണ് എഴുതേണ്ടത്. ഗ്രോസ് ലോസ്, GL കേട്ടോ, ഗ്രോസ് ലോസ് എന്നാണ് എഴുതേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടിയത്. വരുമാനം കൂടുതലും ചെലവ് കുറവായതുകൊണ്ട് ഗ്രോസ് പ്രോഫിറ്റാണ് കിട്ടിയത്. ഇതോടുകൂടി ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കണ്ടിന്യൂഷൻ ആയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരിക.
ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഒന്നാമത്തെ ഐറ്റം ഗ്രോസ് പ്രോഫിറ്റ് കെരിഡ് ഓണിനെ ബ്രോഡ് ഓൺ ചെയ്തുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആരംഭിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് കെരിഡ് ഓണിനെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബ്രോഡ് ഓൺ ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആരംഭിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ കൊണ്ട് ഈ ടോട്ടലോട് കൂടി ഇത് ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു. 20,000 എന്ന് എഴുതി ടോട്ടൽ എഴുതിയോടുകൂടി ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു. ഇനി അത് നമ്മൾ ചിന്തിക്കേണ്ട. പക്ഷേ എന്ത് ചെയ്യണം, അതിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ബ്രോഡ് ഓൺ ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആരംഭിക്കണം. ക്ലിയർ? ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ഈ ടോട്ടലിന് ശേഷം വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് വരിക. ഇവിടെ ഞാൻ പറഞ്ഞു ഡയറക്റ്റ് എക്സ്പെൻസസ്, പ്രൊഡക്ഷനുമായി അല്ലെങ്കിൽ ഫാക്ടറിയുമായി ബന്ധമുള്ള എക്സ്പെൻസ് ആണ് ഈ വേജസും ഇതൊക്കെ. ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഓഫീസുമായിട്ട് ബന്ധമുള്ള ഒക്കെ കുറേ എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ സെയിൽസുമായിട്ടൊക്കെ ബന്ധമുള്ള കുറേ എക്സ്പെൻസ് ആണ് ഇവിടെ വരിക. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം, ബൈ ഹാർട്ട് പഠിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് സൈഡിൽ ഒന്നാമത്തെ ഐറ്റം സാലറി. ഞാനൊരു 5,000 എന്ന് എഴുതി കേട്ടോ. സാലറി 2,000 എഴുതി എളുപ്പത്തിന് വേണ്ടി. സാലറി. അതുപോലെ റെൻറ്റ് പെയ്ഡ്, നമ്മൾ വാടക കൊടുത്തു, റെൻറ്റ് പെയ്ഡ് 1000. കാരേജ് ഔട്ട്വേർഡ്, ഇതേ വാക്ക് മുമ്പ് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതേ വാക്കല്ല, കാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് വരിക. കാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ള ചരക്കൂലി, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക. അപ്പോൾ ഇത് തിരിച്ചറിയാൻ വേണ്ടി ഇൻവേർഡും ഔട്ട്വേർഡും ആ വാക്കാണ് വ്യത്യാസം. വേറെ കാരേജ് ഒക്കെ സെയിം ആണ്. അപ്പോൾ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക. പിന്നെ ഉള്ള ഐറ്റംസ് അഡ്വർടൈസിങ്, നമ്മൾ ഈ പരസ്യമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചിലവ്, അഡ്വർടൈസിങ്. റിപ്പയേഴ്സ്, എന്തെങ്കിലും റിപ്പയർ ചാർജ് സ്ഥാപനത്തിൽ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ ചിലവ്. ഡിപ്രീസിയേഷൻ, തേയ്മാന ചെലവ് എന്നാണ് പറയുക. ഡിപ്രീസിയേഷൻ, തേയ്മാന ചെലവ്, ഡിപ്രീസിയേഷൻ. അതുപോലെ ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ഥാപനം എന്തെങ്കിലും ഡിസ്കൗണ്ട് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അലൗഡ് എന്ന് പറയും, ഡിസ്കൗണ്ട് അനുവദിക്കുക. അതുപോലെ കമ്മീഷൻ അലൗഡ്, ഇൻഷുറൻസ് അലൗഡ്, ഇതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് വരിക. ഞാനതിവിടെ എഴുതുന്നില്ല, പക്ഷെ മനസ്സിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ബൈഹാർട്ട് പഠിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എക്സ്പെൻസ് സൈഡിൽ വരുന്ന ഐറ്റംസ് ബൈഹാർട്ട് പഠിക്കുക. ഒന്ന് സാലറി, റെൻറ്റ് പെയ്ഡ്, കാരേജ് ഔട്ട്വേർഡ്, അഡ്വർടൈസിങ്, റിപ്പയേഴ്സ്, ഡിപ്രീസിയേഷൻ, ഡിസ്കൗണ്ട് അലൗഡ്. ഇനി കമ്മീഷൻ അലൗഡ് ഉണ്ടെങ്കിൽ അതും വരണം. ഇവിടെ ബോർഡിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല താഴേക്ക് എഴുതിയാൽ. പിന്നെ ഇൻഷുറൻസ് പെയ്ഡ്, സ്ഥാപനം എന്തെങ്കിലും ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിവിടെ എഴുതാം. ക്ലിയർ ആണോ? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ്? റവന്യൂ സൈഡിൽ അല്ലേ, ഇൻഡയറക്റ്റ് ഇൻകംസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇവിടെ ഇൻഡയറക്റ്റ് ഇൻകവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷൻ റിസീവ്ഡ് ഒരു 2,000, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഒരു 3,000. ക്ലിയർ ആണോ? ബോർഡ് കാണുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ കമ്മീഷൻ റിസീവ്ഡ് ഒരു 2,000. കമ്മീഷൻ കിട്ടുവാണ് നമുക്ക്. ഈ റവന്യൂ സൈഡല്ല, വരുമാന സൈഡാണിത്. കമ്മീഷൻ കിട്ടി 2,000, ഡിസ്കൗണ്ട് റിസീവ്ഡ് 3,000. പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് പലിശ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ എമൗണ്ട് ഒക്കെ ക്വസ്റ്റ്യനിൽ തരും കേട്ടോ. ഞാനിപ്പോൾ ഒരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു സാങ്കല്പിക എമൗണ്ട് ഇട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ടോട്ടലിന് ശേഷമാണ്. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ ആണ് ഒന്നാമത്തെ ഐറ്റം. പിന്നെ വരുന്നത് കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്. എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ കമ്മീഷനായിട്ടോ ഡിസ്കൗണ്ട് ആയിട്ടോ ഇൻട്രസ്റ്റ് ആയിട്ടോ ഇതൊക്കെ ബൈഹാർട്ട് പഠിച്ചോളണം കേട്ടോ. അതുപോലെ ഈ ഐറ്റവും ബൈഹാർട്ട് പഠിക്കണം. ട്രേഡിങ്ങിൽ ഏതാണ് വരുന്നതെന്ന് ബൈഹാർട്ട് പഠിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഏതാണെന്ന് ബൈഹാർട്ട് പഠിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്തതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ടിനെ കുറിച്ച് ഇനി ഒന്നും ചിന്തിക്കരുത്. ട്രേഡിംഗ് അക്കൗണ്ട് അവിടെ കൊണ്ട് കഴിഞ്ഞു. അതിന് ഇവിടെ വരെയൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയാണ്, ഈ ടോട്ടലിന് ശേഷമുള്ള എമൗണ്ട് മാത്രമേ കൂട്ടാൻ പാടുള്ളൂ. ടോട്ടലിന് ശേഷമുള്ള എമൗണ്ട്. പക്ഷേ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ വരും കേട്ടോ. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ എന്തായാലും എടുക്കണം. ടോട്ടലിന് ശേഷമല്ലേ അത് വരുന്നത്, അപ്പോൾ അത് എടുക്കണം. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണമെങ്കിൽ ടോട്ടലിന് ശേഷമുള്ള എമൗണ്ട്, ഈ ടോട്ടലിന് ശേഷമുള്ള എമൗണ്ട്
കൂട്ടി നോക്കുക. 4 2 6 3 10 അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി 10,000 റവന്യൂ അല്ലെങ്കിൽ വരുമാനം സൈഡിൽ 10,000 അല്ലേ? ഈ സൈഡിലോ എക്സ്പെൻസ് സൈഡിലോ 3 4 5 6 7 8 8,000 കിട്ടിയത്. 8,000 എക്സ്പെൻസ് സൈഡിൽ 8,000. മനസ്സിലായില്ലേ? ഇവിടെ മുതലേ കൂട്ടിയെന്ന് കണ്ടോ? ഈ ടോട്ടലിന് ശേഷം വരുന്ന സാലറി മുതലേ കൂട്ടാൻ പാടുള്ളൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ. 2 1 3 4 5 6 7 8 ക്ലിയർ? 8,000 ഞാനിവിടെ എഴുതി. അതുപോലെ തന്നെ ഇൻകം സൈഡ് 4,000 2 6 3 9 1 10. വലിയ എമൗണ്ട് ഏതാ? 10. ഇപ്പോൾ 2 സൈഡിലും എഴുതി 10,000. എന്നിട്ടോ കുറഞ്ഞ സൈഡിൽ ബാലൻസ് ചെയ്യാം. എവിടെയാണ് കുറവ്? ഈ സൈഡിലാണ് കുറവ്. റവന്യൂ സൈഡിൽ 10,000 ഉണ്ട്, എക്സ്പെൻസ് സൈഡിൽ 8,000 ഉള്ളൂ. അപ്പോൾ കുറഞ്ഞ സൈഡ് എക്സ്പെൻസ് സൈഡാണ്, ഈ സൈഡാണ്. ഇവിടെയാണ് ബാലൻസ് ചെയ്യുക. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 10,000 മൈനസ് 8,000 2,000. ആ 2,000 ഞാൻ കുറഞ്ഞ സൈഡിൽ എഴുതി. ഇപ്പോൾ ഇവിടെ എഴുതുന്ന ബാലൻസ് കിരീടമൊന്നുമല്ല. എന്താ എഴുതുക? നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതുക. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതേണ്ടത്, പക്ഷെ നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതുക. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഞാനത് ബാലൻസിങ് ഫിഗർ എന്ത് ചെയ്തു? നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതി. മനസ്സിലായില്ലേ? അങ്ങനെ നമുക്കിവിടെ പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ്? റവന്യൂ സൈഡിലാണ്, വരുമാനമാണ് കൂടുതൽ, ചെലവ് കുറവാണ്. അപ്പം ബാലൻസ് എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. അപ്പം നെറ്റ് പ്രോഫിറ്റ് എന്ന് ഇവിടെ എഴുതി. ഇനി നേരെ തിരിച്ചാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലാണ് ബാലൻസ് ചെയ്യേണ്ടി വരിക. അവിടെ നെറ്റ് ലോസ് എന്നാണ് എഴുതേണ്ടി വരിക. നഷ്ടമാണ്, പ്രോഫിറ്റ് അല്ല. നെറ്റ് ലോസ് അങ്ങനെയാണ് എഴുതേണ്ടി വരിക. ക്ലിയർ? അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഇത്രയും ഭാഗം ട്രേഡിംഗ് അക്കൗണ്ടും അതിന് ശേഷമുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് ശരിക്കും യഥാർത്ഥ പ്രോഫിറ്റ്. മറ്റെല്ലാ ചെലവും നമ്മൾ കഴിച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റാണ് നെറ്റ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റിൽ എല്ലാ ചെലവും കഴിയുന്നില്ല അല്ലേ? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടതിന് ശേഷം നമുക്ക് സാലറി, റെന്റ്, ഇങ്ങനെ കുറേ ചെലവ് പിന്നെയും വന്നു. അപ്പോൾ ഇവിടെ എല്ലാ ചെലവും കഴിച്ചിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്. അത് കണ്ടെത്താനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നത്. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് വരയ്ക്കുന്നത് ഒരുമിച്ചാണെങ്കിലും രണ്ടും 2 അക്കൗണ്ടുകളാണ്. 2 തരം ഐറ്റംസ് ആണ് ഇതിൽ വരുന്നത്. അപ്പം നിർബന്ധമായിട്ട് നിങ്ങളിത് ക്ലാസ് കേട്ടതിന് ശേഷം ഇത് ബൈഹാർട്ട് പഠിക്കണം കേട്ടോ. ഈ ഓരോ ഐറ്റവും ഓരോന്നിൽ വരുന്നത് ബൈഹാർട്ട് പഠിച്ചേ പറ്റൂ. ഓക്കെ, ഇന്ന് തന്നെ പഠിക്കുക. പെട്ടെന്ന് നമുക്ക് തീർക്കേണ്ടതുണ്ട്. അപ്പം അതിലേക്ക് പോകണം. ഓക്കെ.